അതങ്ങ് വിദൂരമല്ലാത്ത ഒരു കാലം. ദേവന്മാർക്കും അസുരന്മാർക്കും ഇടയിലുണ്ടായ ശാപത്തിന്റെ ഫലമായി ത്രിലോകങ്ങളിലെ ഐശ്വര്യമെല്ലാം നശിച്ചുപോയിരുന്നു. മഹാവിഷ്ണുവിന്റെ ഉപദേശം കേട്ട് പാലാഴി കടഞ്ഞ് അമൃതെടുക്കാനുള്ള ഒരുക്കങ്ങൾ ദേവന്മാരും അസുരന്മാരും ചേർന്ന് ആരംഭിച്ചു. പാലാഴിയുടെ മധ്യത്തിൽ മന്ദാര പർവ്വതത്തെ മത്തായി ഉറപ്പിച്ചു. ശേഷനാഗത്തെ കയറാക്കി അതിന്റെ തലഭാഗത്ത് അസുരന്മാരും വാൽഭാഗത്ത് ദേവന്മാരും അണിനിരന്നു. അങ്ങനെ അവർ പർവ്വതത്തെ ആഞ്ഞു വലിച്ച് അമൃതനായി സമുദ്രത്തെ കടഞ്ഞു തുടങ്ങി. കടച്ചിൽ തുടങ്ങിയപ്പോൾ പാലാഴിയിൽ നിന്ന് ഓരോ നിമിഷവും ഓരോ അത്ഭുത വസ്തുക്കൾ ഉയർന്നു വന്നു. ആദ്യം മഹാവിഷമായ ഹലാഹലമായിരുന്നു ഉയർന്നു വന്നത്. വിഷം ലോകത്തെ നശിപ്പിക്കുമെന്നായപ്പോൾ ഭഗവാൻ ശിവൻ അത് പാനം ചെയ്ത് ലോകത്തെ രക്ഷിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്ന പേര് വന്നത്. പിന്നീട് ഐരാവതം എന്ന വെള്ളാനയും കാമധേനു എന്ന ദിവ്യ പശുവും ഉയർന്നു വന്നു. അതിനുശേഷം സ്വർഗീയ വൃക്ഷമായ കൽപ്പവൃക്ഷവും സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ചിന്താമണിയും സമുദ്രത്തിൽ നിന്നുയർന്നു. തുടർന്ന് അപ്സരസുകളായ രംഭയും തിലോത്തമയും പാലാഴിയിൽ നിന്നും ഉടലെടുത്തു. ഈ അമൂല്യ വസ്തുക്കളെല്ലാം കണ്ട ദേവന്മാരും അസുരന്മാരും ആശ്ചര്യഭരിതരായി. ഒടുവിൽ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് സകല സൗന്ദര്യത്തെയും പ്രഭയെയും ഉൾക്കൊണ്ട് ഒരു താമരപ്പൂവിന്മേൽ ലക്ഷ്മി ദേവി ഉയർന്നു വന്നു. നീലക്കടലിൽ നിന്ന് ഉദിച്ചുയർന്ന ദേവി സുന്ദരമായ സ്വർണ്ണ നിറത്തിലുള്ള പട്ടുസാരിയും രത്നാഭരണങ്ങളും അണിഞ്ഞിരുന്നു. 4 കരങ്ങളിൽ താമരപ്പൂവും വരം നൽകുന്ന വരദാമുദ്രയും അഭയം നൽകുന്ന അഭയമുദ്രയും ധരിച്ചിരുന്നു. അവളുടെ സാന്നിധ്യം ആ പ്രപഞ്ചത്തിന് പുതിയൊരു പ്രഭാവം നൽകി. ദേവന്മാരും അസുരന്മാരും വിസ്മയിച്ചു നിന്നപ്പോൾ ലക്ഷ്മി ദേവി തന്റെ ഭർത്താവായി മഹാവിഷ്ണുവിനെ തിരഞ്ഞെടുത്തു. ഭഗവാൻ വിഷ്ണുവിന്റെ മാറിടത്തിൽ അവൾ സ്വയം വസിച്ചു. ഐശ്വര്യവും ഭാഗ്യവും വീണ്ടും ലോകത്തിലേക്ക് തിരിച്ചെത്തി. ഈ സംഭവത്തിന് ശേഷം ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിന്റെ ഓരോ അവതാരത്തിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ശ്രീരാമന്റെ അവതാരത്തിൽ സീതയായും ശ്രീകൃഷ്ണന്റെ അവതാരത്തിൽ രുക്മിണിയായും ദേവി അവതരിച്ചു. ലക്ഷ്മി ദേവിയുടെ ജനനം സമുദ്രത്തിൽ നിന്നായതുകൊണ്ട് അവൾക്ക് സമുദ്രപുത്രി എന്നും ക്ഷീരാബ്ധിപുത്രി എന്നും പേരുകളുണ്ട്. എന്നാൽ ഭൃഗു മഹർഷിയുടെയും ഖ്യാതിയുടെയും മകളായതുകൊണ്ട് ഭാർഗവി എന്നും അവൾ അറിയപ്പെടുന്നു. ഇങ്ങനെ ലക്ഷ്മി ദേവിയുടെ ജനനം ഐശ്വര്യത്തിന്റെയും ഭാഗ്യത്തിന്റെയും പുനരുജ്ജീവനത്തിന്റെ മനോഹരമായ കഥയായി ഇന്നും നിലകൊള്ളുന്നു.